ഉപദേശവിധികൾ നൽകാനുള്ള ഭരണഘടനാപരമായ അവകാശമാണ് സുപ്രീം കോടതി വിനിയോഗിച്ചത്. ഇത് കുറഞ്ഞത് 5 അംഗങ്ങളെങ്കിലുമുള്ള ബെഞ്ചിൽ നിന്നും ഉണ്ടാകേണ്ടതല്ലേ എന്നാണ് ചോദ്യം. രാഷ്ട്രപതി നിർദ്ദേശിക്കുന്ന കാര്യങ്ങൾ 5 അംഗ ബെഞ്ച് കേൾക്കണം എന്നാണ് അനുച്ഛേദം 145(3) പറയുന്നത്. ഭൂരിപക്ഷ അഭിപ്രായം രാഷ്ട്രപതിയെ അറിയിക്കണം എന്നുമാണ് വ്യവസ്ഥ. പ്രസിഡന്റ് ആക്ട്സ് അണ്ടർ ദ എയ്ഡ് ആൻഡ് അഡ്വൈസ് ഓഫ് ദി ക്യാബിനറ്റ് എന്നാണ് ഭരണഘടന പറയുന്നത്. ഗവർണർക്കും ബാധകമായത് ഇതാണ്. അതായത് മന്ത്രിസഭയുടെ ഉപദേശ സഹായങ്ങൾക്കനുസരിച്ചാണ് രാഷ്ട്രപതിയും ഗവർണറും പ്രവർത്തിക്കേണ്ടത്. ബൈ ഓർഡർ ഓഫ് ദ ഗവർണർ എന്ന ശൈലി പോലും ഉണ്ടായത് അങ്ങനെയാണ്. ഗവർണറുടെ പേരിൽ ഇറക്കുന്നത് സർക്കാർ ഉത്തരവുകളാണ്. രാഷ്ട്രപതി ശങ്കർ ദയാൽ ശർമ്മ സുപ്രീം കോടതിയോട് ചോദിച്ച ചോദ്യത്തിന് അറിയില്ല എന്ന് മറുപടി നൽകിയ സുപ്രീം കോടതിയും ഇവിടെ ഉണ്ടായിരുന്നു. ബാബറി മസ്ജിദ് നിലനിന്ന സ്ഥലത്ത് ഹിന്ദു ക്ഷേത്രം ഉണ്ടായിരുന്നോ എന്നാണ് 1993 രാഷ്ട്രപതി ചോദിച്ചത്. വിചാരണ കോടതി കേസ് പരിഗണിക്കുന്നതിനാൽ ഇപ്പോൾ പറയാൻ കഴിയില്ല എന്നായിരുന്നു രാഷ്ട്രപതിക്കുള്ള മറുപടി. ഇങ്ങനെ ഈ സങ്കീർണമായ ചോദ്യങ്ങളും വിഷമിപ്പിക്കുന്ന ചോദ്യങ്ങളും രാഷ്ട്രപതിമാർ ചോദിച്ച ചരിത്രമുണ്ട്.